ഷോക്കേസ് നിങ്ങളിലെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി. ഷോക്കേസ്. ഷോക്കേസിൽ ഇന്ന് അമിത് വെള്ളിക്കോത്ത് അവതരിപ്പിക്കുന്ന കഥകളി പദം, അനാമിക മധു പാടുന്ന ലളിതഗാനം, ബിന്ദു മരങ്ങാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം അമിത് വെള്ളിക്കോത്ത് അവതരിപ്പിക്കുന്ന കഥകളി പദം. നളചരിതം 2-ാം ദിവസത്തിലെ ഒരു ഭാഗം. വസ്ത്രം പത്രികൾ കൊണ്ടുപോയി ദിവി മറഞ്ഞപ്പോൾ അവസ്ഥ നിജാം ഉൾത്താരിങ്കൽ വിചാര്യ ദിഗ്വസനായി നിന്നു നളൻ. ദീനനായി പത്ന്യാ സാഗമിതസ്തധോധ ഗഹനേ ബഭ്രമ്യമാ ശുചം നക്തം പോയി വനമണ്ഡപം കിമപി ചെന്നധ്യാ വിഭ്രാന്തതി ഒരു നാളും നിരൂപിതം ഒരു ആളും നിരൂപിതം അല്ലേ ഉദന്ത നിരൂപിതം അല്ലേ ഉദന്ത ഉദന്തമിതൊരു ആളു നിരൂപിതം അല്ലേ കരുണാ കടാക്ഷം എന്നിൽ കാരുണാ കടാക്ഷം എന്നിൽ പുരവൈരി സംഹരിച്ചോ സുരനായക വരത്തിൽ സുരനായക വരത്തിൽ പരിണാമം ഈദൃശമോ പരിണാമം ഈദൃശമോ
സുന്ദരി ദമയന്തി ശൃണു ഭൈമീ നിന്നെ രക്ഷിപ്പാൻ ശൃണു ഭൈമീ നിന്നെ രക്ഷിപ്പാൻ ഇന്നാരിമ എനിക്കെന്നു വന്നു ഒന്നല്ലെനിക്കുള്ളാധി ഒന്നല്ല എനിക്കുള്ളാധി ആധി ചൊന്നാൽ അറിയിക്കാമോ എന്നെയും നിന്നെയും എന്നെയും നിന്നെയും നീ തന്നെ കാത്തുകൊള്ളേണം നീ തന്നെ കാത്തുകൊള്ളേണം. അമിത് വെള്ളിക്കോത്ത് അവതരിപ്പിച്ച കഥകളി പദമാണ് നിങ്ങൾ കേട്ടത്. ഇനി അനാമിക മധു പാടിയ ഒരു ലളിതഗാനം. ചന്ദനവീണയിൽ സ്വരമുറങ്ങി നന്ദുണി പാടിയ ചിന്തുറങ്ങി ചന്ദ്രകളഭം ചാത്തിയ തീരത്തെ ഗന്ധർവകായകനുറങ്ങി മനസ്സിലെ ഹിന്ദോളരാഗമുറങ്ങി ചന്ദനവീണയിൽ സ്വരമുറങ്ങി മാധവമാസം വിരൽ തൊട്ടുണർത്തിയ മഴയുടെ സംഗീതം മറന്നുപോയോ മാധവമാസം വിരൽ തൊട്ടുണർത്തിയ മഴയുടെ സംഗീതം മറന്നുപോയോ മകരനിലാവിൻ്റെ പുഞ്ചിരി പുതുമയും മാമ്പൂവിൻ നന്മയും മറന്നുപോയോ മകരനിലാവിൻ്റെ പുഞ്ചിരി പുതുമയും മാമ്പൂവിൻ നന്മയും മറന്നുപോയോ മലയാള കിളിക്കൊഞ്ചൽ സ്മൃതികളായോ ചന്ദനവീണയിൽ സ്വരമുറങ്ങി കാവിലെ തുമ്പികൾ ശ്രുതി ചേർന്നു പാടിയ ശ്രാവണ സംഗീതം മറന്നുപോയോ കാവിലെ തുമ്പികൾ ശ്രുതി ചേർന്നു പാടിയ ശ്രാവണ സംഗീതം മറന്നുപോയോ കണിക്കൊന്ന പൂവിൻ്റെ കനക
കഥകളിപ്പദങ്ങളും മറന്നുപോയോ? കണിക്കൊന്ന പൂവിൻ്റെ കാനകസുസ്മീരവും കഥകളിപ്പദങ്ങളും മറന്നുപോയോ? മലയാള കിളിക്കൊഞ്ചൽ സ്മൃതികളായോ? ചന്ദനവീണയിൽ സ്വരമുറങ്ങി നന്ദുണി പാടിയ ചിന്തുറങ്ങി ചന്ദ്രകളഭം ചാർത്തിയ തീരത്തെ ഗന്ധർവഗായകനുറങ്ങി മനസ്സിലെ ഹിന്ദോളരാഗമുറങ്ങി ചന്ദനവീണയിൽ സ്വരമുറങ്ങി. അനാമിക മധു പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ഷോക്കേസിൽ അവസാനമായി ബിന്ദു മരങ്ങാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ മിഡ് നൈറ്റ് മാരത്തോൺ. വലിയ സ്റ്റീൽ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഓറഞ്ച് സ്ക്വാഷും പഞ്ചസാരയും ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചറുടെ അമ്മ അടുക്കളയിലേക്ക് വന്നത്. എന്നാത്തിന് ഗീതേ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നേക്കുന്നേ? അത് പിന്നമ്മേ, അടുത്ത ആഴ്ച പാതിരാത്രിക്ക് ടൗണിൽ പെണ്ണുങ്ങളുടെ കൂട്ടയോട്ടമുണ്ടത്രേ. ഞാൻ പേപ്പറിൽ കണ്ടായിരുന്നു. അതിൻ്റെ ചർച്ചയ്ക്കാണെന്നാ തോന്നുന്നേ. കോളനിയിലെ പെണ്ണുങ്ങളെല്ലാം ഉണ്ട്. അതെന്നാത്തിന് ഇവരെല്ലാം കൂടി ഓടുന്നേ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴാണ് സാവിത്രി ടീച്ചർ അങ്ങോട്ട് വന്നത്. ഗീതേ, വേഗം നോക്ക്, കഴിക്കാനുള്ളത് കൂടി പ്ലേറ്റിലേക്ക് എടുത്തോളൂ. ദാ എല്ലാം റെഡിയാണ് ടീച്ചറമ്മേ, ഇപ്പോൾ എടുത്തേക്കാം. ഗീത കുടിക്കാനുള്ള സ്ക്വാഷിൻ്റെ രുചി നോക്കിയ ശേഷം ഗ്ലാസ്സുകളിലേക്ക് പകരാൻ തുടങ്ങി. ഇത് വെറുമൊരു മാരത്തോണല്ല. സ്ത്രീകളുടെ ശക്തിയും സ്വാതന്ത്ര്യവും ഐക്യവും എല്ലാം വിളംബരം ചെയ്യാനുള്ള അസുലഭ അവസരമാണ്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ അതിൽ അണിചേരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സ്വീകരണ മുറിയിൽ നിന്ന് അസോസിയേഷൻ്റെ വനിതാ സെക്രട്ടറി കൂടിയായ മേരി സക്രയുടെ ശബ്ദം അടുക്കളയിലേക്ക് എത്തുന്നുണ്ട്. കോളനിയിലെ ഒട്ടുമിക്ക സ്ത്രീകളും അവിടെ വന്നിട്ടുണ്ട്. പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സാവിത്രി ടീച്ചർ തിരിച്ച് സ്വീകരണ മുറിയിലേക്ക് പോയി. ആ രാജിയായിരിക്കും, അവളല്ലെങ്കിൽ എന്നും ലേറ്റായിട്ടല്ലേ എത്തൂ. കഴിക്കാനുള്ളത് എല്ലാവർക്കും തികയുമല്ലോ അല്ലേ? നോക്കി വേണ്ടതുപോലെ ചെയ്യണേ. കോളനിയിലെ മിക്കവാറും എല്ലാ വീടുകളിലും ജോലിക്ക് പോകുന്നത് കൊണ്ട് ഗീതയ്ക്ക് എല്ലാവരെയും അറിയാം. ടീച്ചറിൻ്റെ അമ്മ ആദ്യമായാണ് ടൗണിൽ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അത്ര പരിചയമില്ല. ഇവിടെ ഇതുപോലെ മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും വീട്ടിൽ കൂടാറുണ്ട്. അപ്പോഴൊക്കെ ആഹാരകാര്യം ഗീതയുടെ ചുമതലയാണ്. അതിപ്പോൾ പലഹാരമായാലും വിഭവസമൃദ്ധമായ സദ്യയോ ഉത്തരേന്ത്യൻ വിഭവങ്ങളോ ആയാലും ഗീത ഏറ്റെടുക്കും. അതിനും അവളെ എല്ലാവരും കളിയാക്കാറുണ്ട്. 10-25 വീട്ടിലെ ജോലി കൊണ്ട് തന്നെ നിനക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഈ കാറ്ററിംഗ് പരിപാടി കൂടി വേണോ എന്ന് കഴിഞ്ഞ ദിവസവും ശോശാമ്മച്ചേടത്തി ചോദിച്ചു. ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത് തന്നെ കഷ്ടപ്പെട്ടാണ്. 2 പിള്ളേരെ പഠിപ്പിക്കാൻ തന്നെ നല്ല കാശാകും. പിന്നെ ഇങ്ങനെ വല്ല പുറംപണി എടുക്കുമ്പോഴാണ് അതുങ്ങൾക്ക് വല്ല ചിക്കനോ മീനോ ഒക്കെ വാങ്ങുന്നതും വല്ലപ്പോഴും ഒന്ന് സിനിമയ്ക്കോ മറ്റോ കൊണ്ടുപോകുന്നതും. പിന്നെ സഹകരണ ബാങ്കിൽ ഒരു ചിട്ടിയോ ഉണ്ട് ചേട്ടത്തി. എല്ലാം നടക്കണ്ടേ? അല്ലെങ്കിലും ഗീതയോട് കൂടുതലൊന്നും ആരും പറയാറില്ല. മിക്കവാറും എല്ലാ വീട്ടിലെയും പല രഹസ്യങ്ങളും ഗീതയ്ക്കറിയാം എന്നുള്ളതുകൊണ്ട് അവളോട് എതിർത്തു പറയാൻ എല്ലാവർക്കും പേടിയാണ്. ഇന്ന് വരെ ഗീത അത്തരമൊരു പരദൂഷണ കമ്മിറ്റിയിൽ ഭാഗമായിട്ടില്ലെങ്കിലും വളരെ ശ്രദ്ധിച്ചേ അവളോട് എല്ലാവരും പെരുമാറാറുള്ളൂ. വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ പഴംപൊരിയും പരിപ്പുവടയും ഇലയടയും ഒക്കെ ഗീത പ്ലേറ്റുകളിൽ നിരത്തുമ്പോൾ മാധവിയമ്മയും സഹായിച്ചു. 2 പേരും പ്ലേറ്റുകളുമായി സ്വീകരണ മുറിയിലേക്ക് നടന്നു. എനിക്ക് ഈ പരിപാടിയോട് വലിയ യോജിപ്പില്ല. കൊല്ലത്തിലൊരിക്കൽ പാതിരാത്രി ബീച്ചിൽ നിന്ന് സ്റ്റേഡിയം വരെ പെണ്ണുങ്ങളെല്ലാം ഓടി എന്ന് വെച്ച് എന്ത് സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? ചുമ്മാ ഉറക്കം കളയാമെന്നല്ലാതെ. ശാരദ വെങ്കിട്ടരാമൻ അവരുടെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരിയാണ്. അതല്ല മിസ്സസ് ശാരദ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മാറ്റത്തിന് തയ്യാറാവേണ്ടത്. ഇപ്പോൾ രാത്രി കൂടിപ്പോയാൽ 9 മണിവരെയൊക്കെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളെ ടൗണിൽ തനിച്ച് കാണാൻ പറ്റൂ. അതും വല്ല നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതോ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നവരോ ആകും.
അവരുടെ മുഖത്തെ പേടിയും ആകുലതയും നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാം. അല്ലാതെ സ്ത്രീകൾക്ക് രാത്രിയിൽ തനിച്ച് സമാധാനമായി നടക്കാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല എന്ന കാര്യം സത്യമല്ലേ? ഡോക്ടർ ജമീല തലയിലിട്ട സാരിത്തലപ്പ് ഒന്നുകൂടി ശരിയാക്കിക്കൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. അത് ശരി, ഞാൻ സമ്മതിക്കാം. അതിനിപ്പോൾ ഇതാണോ പരിഹാരം? ഈ ഓട്ടം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊക്കെ രാത്രി പുറത്തിറങ്ങാൻ ഭയമില്ലാതാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ശാരദ ടീച്ചർ മറുചോദ്യം എറിഞ്ഞു കൊണ്ട് ഒരു പരിപ്പുവട കയ്യിലെടുത്തു. അങ്ങനൊന്നും പെട്ടെന്ന് നടക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷേ ഇതൊരു ബോധവൽക്കരണം പോലെ കണ്ടാൽ മതി. ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും മാറി ചിന്തിച്ചു തുടങ്ങിയാൽ അതൊരു വലിയ കാര്യമല്ലേ? അതിലേക്കുള്ള നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഈ യോഗം വിളിച്ചത്. കണ്ണിൽ നിന്ന് കണ്ണടയെടുത്ത് ചുരിദാറിൻ്റെ ഷാൾ കൊണ്ടൊന്ന് തുടച്ച് പ്രസിഡന്റ് സുധാമണി തങ്കപ്പൻ ചർച്ചയിൽ ഇടപെട്ടു. ഇതിലിപ്പോൾ നമ്മുടെ അഭിപ്രായം മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആണുങ്ങളോട് ചോദിക്കണ്ടേ? അവർ വിട്ടാലല്ലേ നമുക്ക് പോകാൻ പറ്റൂ? ജെസിയുടെ ആ ചോദ്യം പലരുടെയും ഉള്ളിലുള്ളതുകൊണ്ടാകണം ഒരു നിമിഷം ഹാളിലെ ബഹളം നിലച്ചത്. ഇനിയും നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് കുഴപ്പം. ഇത്തരം ഒരു കാര്യത്തിന് അവരുടെ സമ്മതം എന്തിനാണ്? നമ്മുടെ ഇഷ്ടങ്ങളെ മാനിക്കാനുള്ള ധാർമ്മികത അവർക്കുമില്ലേ? ഒരു ബാങ്ക് മാനേജരായ ജെസ് ചേച്ചി ഇങ്ങനെ ചോദിച്ചതാണ് എനിക്കതിശയം. ഷെർലിയാണ് കോളനിയിലെ പുതുമുഖം. കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം പുതിയ വില്ല വാങ്ങി താമസം തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ഗീതയ്ക്ക് ചിരി പൊട്ടി. കഴിഞ്ഞ മാസം ജെസ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് രാവിലെ ജോലി കഴിഞ്ഞിറങ്ങിയപ്പോഴുള്ള സംഭവം അവൾ ഓർത്തു. ശമ്പളം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് ജെസ് ചേച്ചിയുടെ കയ്യിൽ കാശുണ്ടാകും എന്ന് കരുതി തന്നെയാണ് മോൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ തികയാതെ വന്ന പൈസ അവരോട് കടം ചോദിച്ചത്. പണിയെടുത്തു വീട്ടാം എന്ന ധൈര്യത്തിലാണ് ചോദിച്ചത്. കോളനിയിലെ പലരോടും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. തന്നവർക്ക് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അയ്യോ ഗീതയെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. വണ്ടിയിൽ പെട്രോൾ അടിക്കാനും പച്ചക്കറി വാങ്ങാനും ഉള്ള പൈസ ഇച്ചായം തന്നുള്ളൂ. വൈകിട്ട് അതിൻ്റെ കണക്ക് കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ചേച്ചിയുടെ ശമ്പളമോ? അറിയാതെ നാവിൽ വന്നു പോയതാണ്. വേണ്ടായിരുന്നു. അത് അക്കൗണ്ടിലോട്ടല്ലേ വരുന്നത്? ATM കാർഡ് ഇച്ചായൻ്റെ കയ്യിലാണ്. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ ഇച്ചായൻ തരും. തികച്ചും സാധാരണം എന്ന പോലെയാണ് ജെസ് ചേച്ചി മറുപടി പറഞ്ഞത്. പിന്നീട് മനസ്സിലായി അവിടുത്തെ പല വീടുകളിലും അവസ്ഥ ഇതുതന്നെയാണ് എന്ന്. അങ്ങനെയുള്ള ജെസ് ചേച്ചി ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ജെസ്സി പറഞ്ഞാലും കാര്യമുണ്ട്. പാതിരാത്രി അവിടെ വരെ പോകാനും തിരിച്ചു വരാനും ഒക്കെ ആരെങ്കിലും കൂടെ ഇല്ലാതെ പറ്റുമോ? ഇനിയിപ്പോൾ എല്ലാവരും വണ്ടി വിളിച്ച് പോയാൽ തന്നെ പൈസ ചിലവില്ലേ? അത് വീട്ടിൽ പറയണ്ടായോ? സുശീല ശശിധരൻ ചോദിച്ചു. എന്നെ ഏടെ പോകാനും ഒരു സമ്മതിക്കും. വേണമെങ്കിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടെന്നാക്കുകയും ചെയ്യും. പക്ഷെ അവരോട് നേരത്തെ പറയണം. കാസർഗോഡ് നിന്ന് വന്ന് താമസിക്കുന്ന ലളിതയാണ്. എന്നും രാവിലെ കുട്ടികളെ ഒരുക്കി സ്കൂളിൽ പറഞ്ഞയച്ച ശേഷം ഓഫീസിൽ പോകാൻ ബസ് പിടിക്കാൻ ഓടുന്ന ലളിതയോട് നിങ്ങൾക്കൊരു 2 വീലർ വാങ്ങിക്കൂടെ? ഇങ്ങനെ ധൃതി പിടിച്ച് ഓടിച്ചാടിപ്പോയി ആ ബസ്സിലെ തിരക്കിൽ തൂങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ എന്നൊരിക്കൽ ഗീത ചോദിച്ചതാണ്. അയ്യോ, ഏട്ടന് ഭയങ്കര പേടിയാണ്. നിനക്കെന്തേലും അപകടമായാലോ എന്ന്. ഏടെ വേണമെങ്കിലും ഓരുടെ സൗകര്യത്തിന് കൊണ്ടാക്കി തരലുണ്ട്. ഓർക്കെന്നെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്തിനാപ്പാ എനക്കൊരു വണ്ടി എന്ന മറുപടി കേട്ടപ്പോൾ ഗീതയ്ക്ക് ഉത്തരം കിട്ടി. നമ്മൾ കുറച്ച് പേര് എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഈ ചെറിയ കാര്യത്തിനെങ്കിലും തീരുമാനമെടുക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയേണ്ടതാണ്. താല്പര്യമുള്ളവർ വീടുകളിൽ വിഷയം അവതരിപ്പിച്ച ശേഷം തീരുമാനം എൻ്റെ പേഴ്സണൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എത്ര പേരുണ്ടാകും എന്നറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. മേരി സക്കറിയ പറഞ്ഞു നിർത്തി. ഹാളിൻ്റെ പല ഭാഗത്തു നിന്നും കുശുകുശുക്കലുകൾ ഉയർന്നു. വളരെ കുറച്ചാളുകൾ അപ്പോൾ തന്നെ മേരി സക്കറിയയോട് നേരിട്ട് സമ്മതം അറിയിച്ച ശേഷം പോകാൻ തയ്യാറായി. പോകട്ടെ, ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങ് പോന്നതാ. ചേട്ടനും പിള്ളേരും വരുമ്പോഴേക്കും അങ്ങ് എത്തണം. അത്താഴത്തിന് ചെന്നിട്ട് വേണം തുടങ്ങാൻ. രാജി ചേച്ചി മിനിറ്റ്സിൽ ഒപ്പിട്ട് വേഗം ഇറങ്ങി. കാലത്ത് അലക്കാനിട്ട തുണി മെഷീനിൽ തന്നെ കാണും. ചെന്നിട്ട് വേണം അതൊന്ന് വിരിക്കാൻ. പണി കുറേ ഉണ്ട്. സ്നാക്സൊക്കെ നന്നായി കേട്ടോ സാവിത്രി ടീച്ചറെ. സുശീല ശശിധരൻ സ്കൂട്ടർ സ്റ്റാർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്നോട് പറയണ്ട, ഗീതയാണ് എല്ലാം ഉണ്ടാക്കിയത്. അവളുടെ ഫുഡെല്ലാം സൂപ്പർ ടേസ്റ്റ് അല്ലേ? അല്ല, നീ വരില്ലേ മാരത്തോണിന്? സുധാമണിയേച്ചി ചോദിച്ചപ്പോൾ ഗീത ഒന്ന് ഞെട്ടി. അതെല്ലാം വലിയ വലിയ ആൾക്കാർക്കല്ലേ, ഞാനൊന്നും വന്നാൽ ശരിയാവില്ല. ആര് പറഞ്ഞു ഗീതയെ? എല്ലാവർക്കും വരാം. അതൊരു നല്ല എക്സ്പീരിയൻസ് ആവും. നോക്കാം മേരി ചേച്ചി. എല്ലാവരും പോയ ശേഷം ഗീത സഞ്ചിയും പാത്രങ്ങളും ആക്റ്റീവയിൽ കൊണ്ടുവച്ചു. പൈസയും വാങ്ങി യാത്ര പറഞ്ഞിറങ്ങി. ഭാർഗവേട്ടന് തമിഴ്നാട്ടിലേക്ക് കമ്പനിയുടെ ലോഡും കൊണ്ടൊരു ഓട്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. വീട്ടിൽ പിള്ളേർ തനിച്ചേ കാണും. പുള്ളിക്കാരൻ വരാൻ 2 ദിവസമാകും. കിട്ടിയ കാശിൽ 3/4 തീർത്തിട്ടേ വീട്ടിലെത്തൂ. കള്ളു കുടിച്ചാലുള്ള അടിപിടി ബഹളങ്ങളൊന്നുമില്ല. കെട്ടിറങ്ങിയിട്ടേ വീട്ടിൽ വരൂ. സുബാധമുള്ളപ്പോൾ അയാളെപ്പോലെ നല്ല ആളില്ല. മക്കളോടൊക്കെ നല്ല സ്നേഹവുമാണ്. പക്ഷേ ലഹരിയുടെ കെട്ടുവിടണം.
സാവിത്രി ടീച്ചർ പറഞ്ഞിട്ട് 2-3 തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. പക്ഷേ തിരിച്ച് ജോലിക്ക് കയറി കേരളം വിട്ടാൽ പിന്നെ കുടിച്ചിട്ടേ വരുള്ളൂ. തലവിധി. പിന്നെ കെട്ടിയോനൊരുത്തൻ ഉള്ളതുകൊണ്ട് ചിലവന്മാരുടെ വരത്തുപോക്കും സുഖാന്വേഷണവും സഹിക്കേണ്ട. അല്ലെങ്കിലും ഗീതയോടൊന്നും നടക്കില്ലെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഒന്നുകിൽ പെപ്പർ സ്പ്രേ, അല്ലെങ്കിൽ മർമ്മം നോക്കിയൊരു തൊഴി. കെട്ടിയവരൊന്നും പിന്നെ പുറത്തു പറയില്ല. ജമീല ഡോക്ടർ സെക്രട്ടറി ആയിരുന്നപ്പോൾ തുടങ്ങിയ കരാട്ടെ ക്ലാസ്സിൽ പോകാൻ ആദ്യം മടിയായിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും പോയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നാറുണ്ട്. ഓരോന്നാലോചിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല. മക്കളോടൊപ്പം ഭക്ഷണവും കഴിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് ജോലികളെല്ലാം തീർത്ത് കിടക്കാനൊരുങ്ങുമ്പോഴാണ് മോൾ ചോദിച്ചത്, അമ്മ അടുത്ത ആഴ്ച രാത്രി ഓടാൻ പോകുന്നുണ്ടോ? അതുവരെയും ഒരു തീരുമാനവും എടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് മോളോട് ചോദിച്ചത്. പോണോ? നീ എന്താ പറയുന്നേ? അമ്മ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരാം, ഒരു രസമല്ലേ? ഈ രാത്രിയെല്ലാം ഓടിയിട്ട് എന്ത് മാറ്റം വരാനാ മോളെ? അതിൻ്റെ പിറ്റേ ദിവസം രാത്രി എനിക്കോ നിനക്കോ തനിച്ച് നടക്കാൻ പറ്റുമോ? എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ചോദിക്കും, ആ സമയത്ത് എന്തിനാ യാത്ര ചെയ്തത് എന്ന്. ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ ഒരു തമാശയല്ലേ? അമ്മ പറയുന്നതൊക്കെ ശരി തന്നെ. എന്നാലും ആരെങ്കിലുമൊക്കെ ഇതിന് തുടക്കമിട്ടാലല്ലേ അതൊക്കെ കീഴ്വഴക്കമാകൂ. വലിയ വലിയ നഗരങ്ങളിൽ വന്ന മാറ്റം നമ്മുടെ നാട്ടിലും വേണ്ടേ? എന്ത് മാറ്റം വന്നു എന്നാണ് നീ പറയുന്നത്? ആണുങ്ങളുടെ തലയിൽ ലഹരി കയറിയാൽ പിന്നെ അവർ മൃഗങ്ങളാണ്. ബുദ്ധിയും ബോധവും ഇല്ലാതെ എന്തെല്ലാം ചെയ്തു കൂട്ടും എന്നറിയില്ല. അതിന് വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെണ്ണുങ്ങളെ ബഹുമാനിക്കാനും മര്യാദയ്ക്ക് പെരുമാറാനും ഇപ്പോഴും പല ആണുങ്ങൾക്കും അറിയില്ല. പകൽ കാണുന്ന മാന്യന്മാരൊന്നും അല്ല രാത്രിയിൽ. അത് നിനക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ പുറത്തിറങ്ങലോ ജോലിക്ക് പോകലോ ഉണ്ടായിരുന്നില്ലല്ലോ. ആരൊക്കെയോ ധൈര്യസമേതം പഠിക്കാനും ജോലിക്ക് പോകാനും ഒക്കെ തയ്യാറായതുകൊണ്ടല്ലേ ഇന്ന് അമ്മയ്ക്ക് അതിന് സാധിക്കുന്നത്. എന്തിനും ആദ്യം കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിജീവിക്കാൻ പറ്റിയാലേ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും. ശരി, പോകാം. ഇനി അതുകൊണ്ട് മാറ്റം വരാതിരിക്കണ്ട. രാത്രി മാരത്തോൺ തുടങ്ങുന്ന സമയവും സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്ന സമയവും അതിൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എല്ലാം മോൾ തന്നെ നെറ്റിൽ നോക്കി ശരിയാക്കി. സ്റ്റേഡിയത്തിന് പുറത്ത് ആക്റ്റീവ പാർക്ക് ചെയ്ത് അമ്മയും മോളും ബീച്ചിലേക്ക് പോയത് ഓട്ടോയിലാണ്. ഇവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പല ഭാഗത്തു നിന്നായി സ്ത്രീകളുടെ കൂട്ടം വന്നു തുടങ്ങി. റെസിഡൻഷ്യൽ കോളനിയിൽ നിന്ന് മേരി സക്കറിയയുടെ നേതൃത്വത്തിൽ ചെറിയ ബസ്സിലാണ് എല്ലാവരും എത്തിയത്. സംഘാടകർ കൊടുത്ത ടീഷർട്ടും തൊപ്പിയും അണിഞ്ഞ് ആ ആൾക്കൂട്ടത്തിൽ ഒരാളായി നിന്നപ്പോൾ ഗീതയുടെ മനസ്സിലും ആത്മാഭിമാനം നിറഞ്ഞു. മാരത്തോൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ജനപ്രിയ എഴുത്തുകാരി സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ വാചാലയായപ്പോൾ ഗീതയും കോൾമയിർ കൊണ്ടു. വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണിതെന്ന് മേയർ പറഞ്ഞപ്പോൾ എല്ലാവരും ആർത്തു വിളിച്ചു. നമ്മുടെ നഗരത്തിൽ സ്ത്രീകൾ ഏത് അർദ്ധരാത്രിയിലും സുരക്ഷിതരായിരിക്കും എന്ന വനിതാ SP ഉറക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് സ്വയം വിമർശിക്കാനാണ് ഗീതയ്ക്ക് തോന്നിയത്. പ്രശസ്ത അന്താരാഷ്ട്ര വനിതാ കായിക താരവും സിനിമാ നടിയും ചേർന്ന് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അണക്കെട്ട് തുറന്നുവിട്ടതുപോലെ പതുക്കെ ഓടാൻ തുടങ്ങി. നല്ല നിലാവുള്ള രാത്രിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദഘോഷം മുഴക്കി മാരത്തോൺ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വേദിയിൽ തയ്യാറായി നിന്നിരുന്ന കലാകാരന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി. അവിസ്മരണീയമായ പലതരം കലാപരിപാടികളോടെ ആ രാവ് അവസാനിക്കുമ്പോൾ സ്ത്രീകളെല്ലാം അനിർവചനീയമായ ആനന്ദത്തിൻ്റെ മാസ്മരിക വലയത്തിലാണെന്ന് തോന്നി. തിരക്ക് കുറച്ച് കുറയാൻ കാത്തുനിന്ന ശേഷമാണ് ഗീതയും മകളും പുറത്തേക്കിറങ്ങിയത്. സ്റ്റേഡിയത്തിന് പുറത്ത് ഇറങ്ങി വരുന്ന സ്ത്രീകളെയും കാത്ത് വാഹനങ്ങളുടെ നിര അപ്പോഴും ഉണ്ടായിരുന്നു. ആ തിരക്ക് കണ്ടപ്പോൾ സ്റ്റേഡിയത്തിനകത്തിരുന്നപ്പോൾ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാവലയം ക്രമേണ മങ്ങുന്നതായി ഗീതയ്ക്ക് തോന്നി. പെട്ടെന്ന് എല്ലാവരും ഇരുളിലേക്ക് ആണ്ടതുപോലെ റോഡിലെ വാഹനങ്ങളുടെ തിരക്കുകൾക്കും ഹോണുകളുടെ ശബ്ദ കോലാഹലങ്ങൾക്കും ഇടയിലൂടെ പാർക്ക് ചെയ്തിരുന്ന ആക്റ്റീവയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അമ്മയുടെയും മകളുടെയും മുഖം മ്ലാനമായിരുന്നു. ഉറക്കച്ചടവോടെ അവിടെ കണ്ട പെൺമുഖങ്ങളിൽ ഭൂരിഭാഗവും പെട്ടെന്ന് വർത്തമാനകാലത്തെ പ്രായോഗികതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും മടങ്ങിയതുപോലെ. കാലത്ത് പ്രഭാത ഭക്ഷണത്തിന് ദോശയ്ക്ക് മാവുണ്ടോ ഫ്രിഡ്ജിൽ? അതോ ഉപ്പുമാവോ പുട്ടോ ഉണ്ടാക്കിയാൽ മതിയോ? അതോ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതിയോ? ഓഫീസിലെ ഇൻസ്പെക്ഷന് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽ ബോസിന് മെയിൽ ചെയ്യാൻ വിട്ടുപോയോ? കൊച്ചിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ ഇനി രാവിലെ സമയം കാണുമോ എന്ന് തുടങ്ങി നിരവധി ചിന്താശകലങ്ങൾ
അന്തരീക്ഷത്തിൽ നിശബ്ദമായി അലിഞ്ഞു ചേരുന്നത് അവർക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന ആണുങ്ങളെയും കാത്തു നിൽക്കുന്ന പരിചയക്കാരോട് യാത്ര പറഞ്ഞ് നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഗീതയുടെ മനസ്സിലും റാവുത്തരുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കൊടുക്കേണ്ട പലഹാരങ്ങളുടെ മെനുവും മോൻ്റെ സ്കൂൾ ടൂറിന് കൊടുക്കേണ്ട പൈസയും മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഒക്കെയായിരുന്നു. പക്ഷേ അമ്മയുടെ തോളിലേക്ക് തലചായ്ച്ച് കിടന്ന മോളുടെ കണ്ണിൽ പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും തിളക്കമുണ്ടായിരുന്നു. മിഡ്നൈറ്റ് മാരത്തോൺ ബിന്ദു മരങ്ങാട് എഴുതി അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ ഷോക്കേസിൽ നിങ്ങൾ കേട്ടത് അമിത് വെള്ളിക്കോത്ത് അവതരിപ്പിച്ച കഥകളി പദം, അനാമിക മധു പാടിയ ലളിതഗാനം, ബിന്ദു മരങ്ങാട് എഴുതി അവതരിപ്പിച്ച കഥ. ഷോക്കേസ് നിങ്ങളിലെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി. ഷോക്കേസ്